രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം റദ്ദാക്കാൻ സാധ്യത. ഈ സഭാ സമ്മേളനത്തിൽ തന്നെ നടപടി ഉണ്ടായേക്കും. DK മുരളി രാഹുലിനെതിരെ നൽകിയ പരാതി എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റി ഫെബ്രുവരി 2 പരിഗണിക്കും. റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ നടപടിക്കാണ് സാധ്യത. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഫെബ്രുവരി 2 പരിഗണിക്കുകയാണെങ്കിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ ഒരു നടപടി അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത്? അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ആ രീതിയിലാണ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. പെരുന്തൽമണ്ണ അധ്യക്ഷനായ കമ്മിറ്റിയാകും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി പരിശോധിക്കുക. നേരത്തെ കമനൂർ MLA DK മുരളിയാണ് CPM നിയമസഭാ കക്ഷി നേതൃത്വ തീരുമാനപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർക്ക് പരാതി നൽകിയത്. 2 വഴിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, അത് സഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുക, മറ്റൊന്ന് സ്പീക്കർ നേരിട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് വിടുക. അതാണ് സ്പീക്കർ എം ഷംസീർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനിയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് ഈ എത്തിക്സ് കമ്മിറ്റി ചേരുക എന്നുള്ളതാണ്. ഫെബ്രുവരി 2 നിയമസഭ അതായത് തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം പിരിഞ്ഞ ശേഷം അവസാനിച്ച ശേഷം എത്തിക്സ് കമ്മിറ്റി ചേരും. ഈ വിഷയം പരിഗണിക്കും, തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതുപോലെ തന്നെ പരാതിക്കാരനെയും ഹിയർ ചെയ്യാനുള്ള അധികാരം കമ്മിറ്റിക്ക് ഉണ്ട്. വേണ്ടി വന്നാൽ ഇതേയും വിളിച്ചു വരുത്താം. ഏതായാലും നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ റിപ്പോർട്ട് ഈ സമ്മേളനത്തിൽ മാർച്ച് 26 വരെയാണ് സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫെബ്രുവരി അവസാന ആഴ്ചയോടുകൂടി നിയമസഭയുടെ പ്രഖ്യാപനം വരുമെന്നതിനാൽ സഭാ സമ്മേളനം അത്രയും നീണ്ടുപോകില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. ഈ നിലവിൽ വന്നിട്ടുള്ള കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഉത്തരവുകളടക്കം ഈ നടപടിയെ സ്വാധീനിക്കാൻ ഒന്നും സാധ്യതയില്ല. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ കോടതിയുടെ തീർപ്പുകൾ നിയമസഭയുടെ തീരുമാനത്തെ ബാധിക്കാനിടയില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം പരാതികൾ 3 പരാതികളുണ്ട്. ഇനിയും പരാതികൾ വരുമെന്ന സൂചനകളുണ്ട്. കോൺഗ്രസ് നേതൃത്വവും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ വന്ന മാധ്യമ വാർത്തകളുടെയും അതുപോലെ തന്നെ പോലീസ് FIRകളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ നടപടിക്ക് തന്നെയാകും നീക്കം. പ്രതിപക്ഷാംഗങ്ങളും റോജിയം ജോണും 2 ചീഫ് അടക്കമുള്ള 2 MLA ഉണ്ടെങ്കിലും ഭൂരിപക്ഷം ഭരണപക്ഷത്തിനാണ്. മാത്രവുമല്ല ഈ സഭാസമിതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകാനുള്ള സാധ്യതയും വിരളമാണ്. കാരണം അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന ഒരു വിലയിരുത്തൽ അവർക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഏകകണ്ഠമായി തന്നെ സാധാരണ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുകളെല്ലാം ഏകകണ്ഠമായാണ് സഭ പാസ്സാക്കാറുള്ളത്. ഇതിലും മറിച്ചൊരു തീരുമാനത്തിന് സാധ്യതയില്ല. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അധികം വൈകാതെ തന്നെ നടപടി ഉണ്ടാകുമെന്ന് സൂചനകൾ വരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.